കർണാടകയിലെ ബെൽഗാവിൽ നിന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ധനസുമോദ് കൂടി തുടരുന്നുണ്ട്. സുമോദ്, 1991 നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് RBI ഗവർണറായിരുന്ന മൻമോഹൻ സിംഗ് ധനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങളും തീരുമാനങ്ങളുമൊക്കെ നടപ്പാക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയപ്പോൾ അവിടെ ഇന്ത്യ ആയിരുന്നു ആ വലിയ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നൊരു രാജ്യം എന്ന് പറയേണ്ടി വരും. അതിന് കാരണമായതും മൻമോഹൻ സിംഗിന്റെ ചില സുപ്രധാനമായ തീരുമാനങ്ങളും ഇടപെടലുകളും ഒക്കെ തന്നെയായിരുന്നു. ഒരു പക്ഷേ അന്ന് അങ്ങനെയൊരു സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗ് എത്തിയില്ലായിരുന്നു എങ്കിൽ രാജ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴറുന്ന അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നു. സമാനമായ സാഹചര്യം നേരിടുന്ന പല രാജ്യങ്ങളും പിന്നീട് ആഭ്യന്തര യുദ്ധത്തിലേക്കും വലിയ പട്ടിണി മരണങ്ങളിലേക്കും കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഉയർന്ന തരത്തിലുള്ള ഒരു ഡോളറിന്റെ വില, ഇതനുസരിച്ച് ഈ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു കണക്കിന് വരുന്നു, ലൈസൻസ് രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വേറെ ഭാഗത്ത് കിടക്കുന്നു. അങ്ങനെ ഇന്ത്യ ഒരു വീർപ്പ് മുട്ടിയിരിക്കുന്ന സമയത്ത് വലിയ തരത്തിലുള്ള സാമ്പത്തിക കെണിയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ആ സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം വാണിജ്യകാര്യ സെക്രട്ടറി ആയിട്ട് തന്നെ വാണിജ്യകാര്യ അഡ്വൈസറായിട്ട് സേവനമനുഷ്ഠിച്ചത്. ഈ രാജ്യത്തെ ഒരു കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ എങ്ങനെ ഈ തരത്തിലുള്ള മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള അദ്ദേഹത്തിനോട് അഡ്വൈസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രധാനമായും ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ സ്വർണം ആദ്യം പണയം വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാര്യം കുറച്ച് പൈസ നമുക്ക് ധനസമാഹരണം നടത്തി കയ്യിൽ ഉണ്ടെങ്കിൽ, രാജ്യത്തിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി എണ്ണ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, എണ്ണ ഇറക്കുമതി ചെയ്യാൻ പറ്റുക. അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ തരത്തിലും ഒരു നടുവൊടിയുന്ന ഒരു തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പിന്നീട് ധനമന്ത്രിയാകുന്നത്. അതിനു മുമ്പ് ചന്ദ്രശേഖരന്റെ കാലത്ത് 2 വിമാനങ്ങളാൽ സ്വിറ്റ്സർലൻഡിലോ അടക്കം സ്വർണ്ണക്കട്ടികളുമായി സ്വർണം കൊണ്ട് അവിടെ ബാങ്കിൽ വെച്ചിട്ട് പണം എടുത്തിട്ട് പിന്നെ ഒരു പണം രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. മൻമോഹൻ സിംഗ് ആദ്യം പറഞ്ഞത് തന്നെ ഈ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു തന്റെ ആദ്യത്തെ നിയോഗം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ രീതിയിൽ തന്നെ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഈ ഡോളറിന്റെ രൂപയുമായിട്ടുള്ള നിരക്ക് കുറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഡോളറിനെ അപേക്ഷിച്ച് രൂപ വലിയ തരത്തിലേക്ക് ഇടിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി തന്നെ അദ്ദേഹം ഒരു കാര്യം ഇടയ്ക്ക് പറയാറുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ നേരത്തെ UN ഉൾപ്പെടെയുള്ള സേവനം അനുഷ്ഠിച്ചിരുന്ന സമയത്ത് അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള പല ബാങ്ക് നിക്ഷേപവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സമയത്ത് ഈ രൂപയുടെ മൂല്യം വെട്ടിക്കുറച്ചതോടുകൂടി അദ്ദേഹത്തിന് ആ ഒറ്റ തീരുമാനത്തിലൂടെ തന്നെ 15-20 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ ലാഭം കിട്ടിയത്. ഈ കാര്യം അദ്ദേഹം ചെയ്തത് ഈ പൈസ പ്രധാനമന്ത്രിയുടെ ഒരു ഫണ്ടിലേക്ക് ഇട്ട് പാവങ്ങളുടെ സാമ്പത്തിക സഹായം നൽകാനുള്ള ഒരു ഫണ്ടിലേക്ക് ഈ പൈസ സംഭാവന ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ തരത്തിലുള്ള നടപടി എടുക്കുമ്പോഴും ഇതൊന്നൊരു കൊട്ടിഘോഷിക്കാനായിട്ട് മൻമോഹൻ സിംഗ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല നേരത്തെ അദ്ദേഹത്തിന്റെ ഈ 10 വർഷം അദ്ദേഹം ഈ ഒരു 8 വർഷം 9 വർഷം ആയപ്പോൾ തന്നെ ഈ മന്ത്രിസഭയിൽ വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം അണ്ണാ ഹസാരയുടെ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള വരുന്നു, ആം ആദ്മി പാർട്ടിയുടെ ഒരു ഉദയം വരുന്നു, അതിന്റെ ഒരു ആദ്യഘട്ടം വരുന്നു. ഈ സമയത്ത് രാജ്യം മുഴുവനും അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു പ്രക്ഷോഭം കൊണ്ട് അലയടിക്കുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് പടിയിറങ്ങുന്ന മൻമോഹൻ സിംഗ് പ്രധാനമായി ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്, ഈ വരും കാലം എന്നോട് നീതി പുലർത്തുമെന്ന്. പിന്നീട് നാം കാണുന്നത് ഈ കാലത്തിന്റെ ഒരു നീതിയാണ് കാണുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ 2 ട്രില്യൺ എന്ന രീതിയിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വരുന്നു. കർഷകരുടെ കടം അദ്ദേഹത്തിന്റെ ഈ പ്രധാനമന്ത്രി പദത്തിൽ 5 വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ രാജ്യത്തെ കടമെഴുതി തള്ളുന്നു. കർഷകരുടെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ തെലങ്കാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആന്ധ്രയിലൊക്കെ വ്യാപകമായി കർഷക ആത്മഹത്യ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാര്യം പലപ്പോഴും ഈ ദേശീയ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നല്ല, പലിശക്കാരിൽ നിന്നാണ് പലപ്പോഴും ഈ പണം എടുത്തുകൊണ്ടിരുന്നത്. ഈ പലിശക്കാരിൽ നിന്ന് പണം എടുക്കേണ്ട, ഇനി നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും വളരെ ഉദാരമായിട്ട് കർഷക
കർഷകരുടെ വായ്പകൾക്കുള്ള ഒരു പലിശ കുറച്ചിട്ട് അങ്ങനെ കർഷകർക്ക് വായ്പ ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് നൽകുകയും പിന്നീട് ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നുള്ള പണം എടുക്കുന്നത് എഴുതി തള്ളുകയുമാണ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയത്. ഇത് ഒരു രാജ്യത്തെ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ആശ്വാസം പകരുന്ന നടപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീട് ഈ 2013 ലില്ലി തോമസിന്റെ കേസിൽ 6 മാസമോ അതിലധികമോ ശിക്ഷ വിധിക്കുന്ന അവർക്ക് പാർലമെന്റ് അംഗമായാലും നിയമസഭാംഗമായാലും അവരുടെ തത്സമയം തന്നെ അവരുടെ അംഗത്വം നഷ്ടമാകുന്ന ഒരു വിധി സുപ്രീം കോടതി പാസ്സാക്കുന്നു. ഇതിനെതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയാണ് മൻമോഹൻ സിംഗിന്റെ സമയത്ത് ചെയ്തത്. കാര്യം ആ സമയത്ത് ലാലു പ്രസാദ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ പിന്തുണക്കുന്ന സമയമാണ്. ഈ പലപ്പോഴും മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ തരത്തിലുള്ളൊരു നിയമം ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധി പരസ്യമായി പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിലെ വെച്ചുള്ള പരാതിയിൽ ഈ ഓർഡിനൻസ് കീറിക്കളയുകയാണ് ചെയ്തത്. ഇത് മൻമോഹൻ സിംഗിനെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത പല സുഹൃത്തുക്കളും ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ തരത്തിലുള്ള ഈ അപമാനം നേരിടുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം ഏതൊക്കെ തരത്തിലുള്ള ഒരു അഭിനന്ദനം നേരിടേണ്ട സമയത്ത് പോലും ഒരു അഭിനന്ദനം കിട്ടാതെ വന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. അതേസമയം വളരെയധികം അപമാനം അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിൽ നിന്ന് പോലും ഏറ്റുവാങ്ങേണ്ട ഒരു ആൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വില സംഭാവനകൾ രാജ്യത്തിന് ഈ തരത്തിൽ തകർന്നുപോകുമായിരുന്ന ഒരു രാജ്യത്തിന്റെ ഒരു അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ച് അദ്ദേഹം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും നമ്മൾ പ്രധാന ഇടപെടലുകളും തീരുമാനങ്ങളും കൈക്കൊണ്ട വ്യക്തി മഹത് വ്യക്തിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്.